ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമുക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ളത് നമ്മുടെ ഭരണഘടനയുടെ ആമുഖമാണ്. അപ്പോൾ ആമുഖവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അറിയുന്ന കാര്യങ്ങളൊക്കെ അതിൽ നിന്നും എടുത്ത് റിവിഷൻ ചെയ്തു പോകും. ഈ രീതിയിലാണ് നമ്മൾ പോകാറുള്ളത്. അപ്പോൾ മോക്ക് ടെസ്റ്റിന്റെ ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കാനും പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി പോവുകയും ചെയ്യും. അപ്പോൾ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും മിസ്സാക്കരുത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ്ഫുൾ ആവും. ജസ്റ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യൽ മാത്രമല്ല, കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ പഠിച്ചിട്ട് പോകും. മുമ്പ് ഇത് പഠിക്കാത്തവരാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളും പഠിച്ചു പോകും. അതുപോലെ തന്നെ പവർ ക്യാപ്സ്യൂളുടെ സീരീസ് കാണാത്തവരാണെങ്കിൽ അതും മിസ്സാക്കരുത്. നമ്മുടെ പ്ലേലിസ്റ്റുകൾ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളതൊക്കെ അവിടെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാക്കുക. നിങ്ങൾ കണ്ടാൽ മതി, നിങ്ങൾക്ക് ക്ലാസ് തീർച്ചയായിട്ടും മനസ്സിലാവും. തീർച്ചയായും നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നമുക്ക് അധികം ഒന്നും പറയണ്ട, നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്കൊക്കെ അറിയാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. മോത്തിലാൽ നെഹ്റു അവിടെ കൊടുത്തിട്ടുണ്ട്. നെഹ്റു മാത്രം കണ്ടതുകൊണ്ട് പോയി ആൻസർ ചെയ്യരുത്. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി. ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാണ്ട് അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വരും ചോദ്യങ്ങൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ. അപ്പോ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? എത്ര തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്? എത്ര തവണയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരേ ഒരു തവണയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. ഒരു തവണയാണ് കേട്ടോ, ഒരു തവണ. ഓക്കെ, ആദ്യം നിങ്ങൾ ഉത്തരം മനസ്സ് പറയണേ, അതിനുശേഷം ഞാൻ പറയുന്നത് കേൾക്കുക. ഓക്കെ, അപ്പൊ ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത് ഒറ്റ തവണയാണ്. ഒരു തവണയാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. അടുത്തത്, ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ കണക്ഷൻ ഒക്കെ വെച്ച് പഠിച്ച ഒരു കാര്യമാണ്. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകവുമായിട്ട് കണക്ട് ചെയ്യാൻ ഞാനൊരു സംഭവമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും റിവിഷൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഏകദേശം ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും. ആരാ ഒന്ന് നോക്കി ആൻസർ ചെയ്യും. കെ എം മുൻഷി, ജവഹർലാൽ നെഹ്റു, താക്കൂർദാസ് ഭാർഗവ, ഇവരാരുമല്ല. ആരാണ് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്? ആരാണ്? കെ എം മുൻഷിയാണ്. കെ എം മുൻഷിയാണ് ഭരണഘടനയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ആരാണ്? കെ എം മുൻഷിയാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ. ആരാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു, എൻ.എ. പൽക്കിവാല, ഏണസ്റ്റ് ബാർക്കർ, ബി.എൻ. റാവു. ആരാണ്? ഇവിടെ സാധാരണ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഒരു ഓപ്ഷനും കൂടെ തരുന്നതാണ്. അതിവിടെ കൊടുത്തിട്ടില്ല, എങ്കിലും ആ ഓപ്ഷൻ ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം എപ്പോഴും. ഇപ്പൊ ഇവിടെ ഉത്തരം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ബി.എൻ. റാവു ആണ്. ബി.എൻ. റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച വ്യക്തി. ആരാണ്? ബി.എൻ. റാവു. ഓക്കെ, അടുത്തത്, ഏതു ഭരണഘടനയാണ് ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന? ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന ഏതാണ്? ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ ഭരണഘടന. ഒരു വട്ടം കൂടെ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, ഓപ്ഷനും വായിക്കാം. അതിനുശേഷം ഞാൻ ഒരു ക്ലൂ തരാം. ആൻസർ കിട്ടിയവരെ ആൻസർ മനസ്സിൽ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതു ഭരണഘടനയാണ് ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന? ഇന്ത്യൻ ഭരണഘടന, റഷ്യൻ ഭരണഘടന, അമേരിക്കൻ ഭരണഘടന, ഇവയൊന്നുമല്ല. ഏത് ഭരണഘടനയാണ്? ഒരു കണക്ഷൻ പറഞ്ഞു തരട്ടെ. ഏകദേശം ആൻസർ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഒരു കണക്ഷൻ പറഞ്ഞുതരാം. ഈ സ്ഥലത്ത് നിന്ന് തന്നെ, അതായത് ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ആമുഖം എന്ന ആശയം നമ്മുടെ ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഏതാണ്? അമേരിക്കയാണ് കേട്ടോ. അപ്പൊ അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ അമേരിക്കൻ ഭരണഘടനയാണ് ലോകത്തിലെ ആദ്യത്തെ, ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ ഭരണഘടന ഏത് എന്ന് ചോദ്യം വന്നാൽ അത് ഏതാണ്? അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ എക്സ്ട്രാ ഇപ്പൊ പഠിക്കുന്ന കാര്യമാവും. അപ്പൊ പഠിച്ചിട്ട് പോവാ. ഏത് ഭരണഘടനയാണ് ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന? അതേതാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയാണ്.
ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആര്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ലക്ഷ്യപ്രമേയം. ആരാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ആരാണ്? BR അംബേദ്കർ, ജവഹർലാൽ നെഹ്റു, KM മുൻഷി, BN റാവു. ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ലക്ഷ്യപ്രമേയവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. എന്താണ് പിന്നീട് ലക്ഷ്യപ്രമേയം പിന്നീട് എന്തായി മാറി എന്നൊക്കെ അറിയുന്നവർക്ക് ഉത്തരം കിട്ടും. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് അല്ലെ. ജവഹർലാൽ നെഹ്റു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ലക്ഷ്യപ്രമേയമാണ്. ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി, ഒരേ ഒരു തീയതിയാണ് നമ്മുടെ ആമുഖത്തിലുള്ളത്. ഏതാണ് ആ തീയതി? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി 1950 ജനുവരി 26 ആണോ? 1946 ഡിസംബർ 13, 1947 ജനുവരി 22, 1949 നവംബർ 26. ഏതാണ് ഉത്തരം വരുന്നത്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി ഏതാണ്? അതേതാണ്? 1949 നവംബർ 26 ആണ് അല്ലെ. 1949 നവംബർ 26 നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. ഇതാണ് നിയമദിനം. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ പറയാം. ഓക്കെ, ഇപ്പൊ പറയാൻ തന്നെ നമുക്ക് ഒരുപാട് പറയാനുണ്ടാവും. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഒരേ ഒരു തീയതിയാണ് 1949 നവംബർ 26. നമുക്ക് പ്രിവിഷൻ ചെയ്ത് വരുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? ഏണസ്റ്റ് ബാർക്കർ, KN രാജ്, ജവഹർലാൽ നെഹ്റു. ഇവരാരുമല്ല. ആരാണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത്? ആരാണ്? ഇവരാരുമല്ല. അപ്പൊ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ് കേട്ടോ. ഡോക്ടർ BR അംബേദ്കർ ആണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ച വ്യക്തി. ആരാണ്? BR അംബേദ്കർ. ഡോക്ടർ ഭീംറാവു അംബേദ്കർ. ഓക്കെ, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ്. ശ്രദ്ധിച്ചു വായിക്കണം, ഭാഗമാണ് എന്ന് പ്രസ്താവിച്ചത്. ഓക്കെ, ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്, ബറുബാരി കേസ്, A&B രണ്ടുമാണ്, അല്ലെങ്കിൽ ഇവയൊന്നുമല്ല. ഏതാണ് ഉത്തരം വരുന്നത്? കേശവാനന്ദ ഭാരതി കേസാണ്. ഭാഗമാണ് എന്ന് പറഞ്ഞത് കേശവാനന്ദ ഭാരതി കേസാണ്. ഭാഗമല്ല എന്ന് പറഞ്ഞതാണ് ഏത്? ബറുബാരി കേസ്. ബറുബാരി കേസാണ് ഭാഗമല്ല എന്ന് പറഞ്ഞത്. ഇത് രണ്ടും പഠിച്ചു വെക്കണേ. ബറുബാരി കേസ് എന്ത് പറഞ്ഞു? ഭാഗമല്ല എന്ന് പറഞ്ഞു. കേശവാനന്ദ ഭാരതി കേസാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണ് എന്ന് പ്രഖ്യാപിച്ച കേസ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി പഠിച്ചു വെക്കുക. ബറുബാരി കേസ് എന്താണ് പറഞ്ഞത്? ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ ഒരുപക്ഷെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ദിരാഗാന്ധി അവിടെ തരും കേട്ടോ. ഇന്ദിരാഗാന്ധി ശ്രദ്ധിച്ച് പഠിക്കുക. ഇന്ദിരാഗാന്ധി ആ സമയത്തെ പ്രധാനമന്ത്രിയാണ്. പ്രസിഡന്റ് ചോദിച്ചാൽ പ്രസിഡന്റിനെ വേണം പോയി കറപ്പിക്കാൻ. സാധാരണ ഓപ്ഷൻ എയിൽ പോയിട്ട് ഇന്ദിരാഗാന്ധി കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ VV ഗിരി, ഫക്രുദ്ദീൻ അലി അഹമ്മദ്, നീലം സഞ്ജീവ റെഡ്ഡി, പ്രതിഭ പട്ടേൽ. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ് കേട്ടോ. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത്. ആ സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആര്? ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം. ഇത് ചോദ്യം വരാറുണ്ട് കേട്ടോ. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് ആരാണ്? ബ്രിജേശ്വർ പ്രസാദ്, താക്കൂർദാസ്, HV കമ്മത്ത്. ഇവരാരുമല്ല. ആരാണ് അങ്ങനെ ആവശ്യപ്പെട്ടത്? HV കമ്മത്താണ് കേട്ടോ. HV കമ്മത്താണ്. എന്താണ്? ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണം എന്ന് നിർദ്ദേശിച്ചത് HV കമ്മത്താണ്. ആരാണ്? HV കമ്മത്താണ്. അടുത്തത് 1972 42ാം ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളിൽ പെടാത്തത് ഏത്? അപ്പൊ പെടുന്നത് ഏതൊക്കെയെന്ന് അറിയണല്ലോ. ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത അല്ലെങ്കിൽ അഭിവാജ്യത എന്നീ വാക്കുകളാണ് അല്ലേ. മതേതരത്വം, സോഷ്യലിസം, അഭിവാജ്യത. അതായത് മതേതരത്വം, സ്ഥിതി സമത്വം, മതേതരത്വം,
അവിഭാജ്യത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. അല്ലെങ്കിൽ മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്ന് വരും. എങ്ങനെ തന്നാലും ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ സ്ഥിതി സമത്വം, മതേതരത്വം, അവിഭാജ്യത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഇല്ലാത്തതാണ്. ഐക്യം എന്നത് ഓൾറെഡി ഉണ്ടായിരുന്നതാണ് അല്ലേ. ആദ്യം രാജ്യത്തിന്റെ ഐക്യം എന്നത് മാറ്റി ഐക്യവും അഖണ്ഡതയും എന്നാക്കി അല്ലെ. ഐക്യം എന്ന് മാത്രം ഉണ്ടായിരുന്നത് മാറ്റിയിട്ടാണ് ഐക്യവും അഖണ്ഡതയും എന്നാക്കിയത്. അപ്പൊ അഖണ്ഡത എന്നാവും ചിലപ്പോൾ ഓപ്ഷൻ തരിക. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട റിവിഷൻ നടത്തിയാലോ? എന്തൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം? ആദ്യം നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിപ്പോ, അതോ അവിടുന്ന് തുടങ്ങണോ? നമുക്ക് തുടക്കത്തിന് വരാം അല്ലെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ജവഹർലാൽ നെഹ്റു ആണ്. എന്താണ് ആമുഖമായി മാറിയത്? നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. എന്നാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? എപ്പോഴാണ്? 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്. നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ദിവസമാണ് 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഓക്കെ, ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ആമുഖത്തിന്റെ ശില്പിയാണ് ചോദിച്ചിട്ടുള്ളത്. സർദാർ വല്ലഭായ് പട്ടേൽ എന്തിനാണ്? മൗലികാവകാശങ്ങളുടെ ശില്പിയാണ് കേട്ടോ, സർദാർ വല്ലഭായ് പട്ടേൽ. BR അംബേദ്കർ ചോദ്യം വരികയാണെങ്കിൽ അത് നമ്മുടെ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ ചോദ്യം വന്ന ഡോക്ടർ BR അംബേദ്കർ ആണ്. പിന്നെ അംബേദ്കറുമായി ബന്ധപ്പെട്ട ചോദ്യം വരും, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദ്യം വന്നാലും ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്, ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരേ ഒരു തവണയാണ് ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഏതാണ് ആ ഭേദഗതി? നമ്മൾ അവസാനത്തെ ക്വസ്റ്റ്യനിലോ മറ്റോ പഠിച്ചിട്ടുണ്ട്. 42ാം ഭേദഗതിയാണെന്ന് നമ്മൾ പറഞ്ഞു. മുമ്പും നമ്മൾ പഠിച്ചിട്ടുണ്ട്. 42ാം ഭേദഗതിയാണ്. ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് 42ാം ഭേദഗതി. ഇതിന്റെ വർഷം ഓർത്തു വെക്കാൻ ഞാൻ പറയാറുണ്ട്. 4+2 ഓർത്തു വെച്ചാൽ മതി. 4+2 എത്രയാണ്? 6. അപ്പോ 1976 ഭേദഗതി ചെയ്തത്. പക്ഷെ പ്രാബല്യത്തിൽ വന്നത് 77 ഭേദഗതി ചെയ്തത്. ഭേദഗതി നിലവിൽ വന്നത് 77 ഭേദഗതി ചെയ്തത് 1976 അപ്പൊ ഭേദഗതിയുടെ വർഷം 1976. 42ാം ഭേദഗതി. ഈ 42ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഈ 42ാം ഭേദഗതിയാണ് ഭരണഘടന മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. എന്താണ്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാം ഭേദഗതി. വർഷം 1976. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ പണ്ട് ഏഷ്യാനെറ്റിലുള്ള ഒരു പരിപാടി വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പണ്ട് ഏഷ്യാനെറ്റിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്താണ്? മുൻഷി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരു കോഴിനെയും കൊണ്ടൊക്കെ ഒരാൾ വരുന്ന പരിപാടി കണ്ടിട്ടുണ്ടാവും. അതിൽ ട്യൂണൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ട്യൂണിൽ തുടങ്ങുന്ന ഒരു സാധനം. അപ്പൊ അതിൽ ആളെ കണ്ട ജാതകം നോക്കുന്ന ഒരാളുടെ പോലെ അങ്ങനെ കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. അത് വെച്ചിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കിട്ടും. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ചോദ്യം വരികയാണെങ്കിൽ KM മുൻഷിയാണ്. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ചോദ്യം വരാറുണ്ട്. ഏണസ്റ്റ് ബാർക്കർ ആണ് ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. അപ്പൊ ആലോചിച്ചാൽ മതി, എന്തിനാണ് നമുക്ക് തിരിച്ചറിയൽ കാർഡ്? എന്നെ തിരിച്ചറിയാനാണ്. എന്താണ്? എന്നെ തിരിച്ചറിയാൻ. എന്നെ പൽക്കിവാല. ഓക്കെ, അപ്പൊ എന്നെ പൽക്കിവാലയാണ് ഭരണഘടനയുടെ ആമുഖത്തെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? എന്നെ പൽക്കിവാല. എന്നെ തിരിച്ചറിയാൻ. രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് KM മുൻഷിയാണ്. പിന്നെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ആണ്. ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് ആരാണ്? അത് BN റാവു ആണ്. നമ്മൾ പറഞ്ഞു BN റാവു ആണ്. ഞാൻ പറഞ്ഞു അവിടെ കൺഫ്യൂഷൻ ആക്കാൻ നിങ്ങൾക്ക് ഒരു സാധനം തരും. ആരാണ് ആ വ്യക്തി? ആരാണ്? MN റോയ് ആണ്. ഓക്കെ, MN റോയിയെ തരും.
അദ്ദേഹത്തെ തന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. MN റോയും BN റാവും രണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. MN റോയാണ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത്. BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പൊ MN റോയ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. BN റാവു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചു. MN റോയ് ഇന്ത്യൻ പാട്രിയോട്ട് എന്ന പത്രത്തിലൂടെ, അല്ലെ ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെ, ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയാണ് MN റോയ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. BN റാവു ആവശ്യപ്പെട്ടത് എന്താണ്? ആമുഖമാണ്. ഓക്കെ, MN റോയ് ആവശ്യപ്പെട്ടത് ഭരണഘടനയാണ്. BN റാവു ആവശ്യപ്പെട്ടത് ഭരണഘടനയ്ക്ക് ഒരു ആമുഖമാണ്. അപ്പൊ മനസ്സിലാക്കി തന്നെ പഠിക്കുക. BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ചത്. ഓക്കെ, ഏതു ഭരണഘടനയാണ് ആമുഖത്തോടെ ആരംഭിക്കുന്ന ലോകത്തിലെ ആദ്യ ഭരണഘടന? അത് പഠിച്ചു വെക്കണം. അത് ഏതാണ്? അത് അമേരിക്കൻ ഭരണഘടനയാണ്. ഓക്കെ, അപ്പൊ അമേരിക്കയിൽ നിന്നുമാണ് അല്ലെ, അമേരിക്കയിൽ നിന്നുമാണ് ആമുഖം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ളത്. ആമുഖം അമേരിക്കയിൽ നിന്നാണ് കടം കൊണ്ടത്. ചോദ്യം വരാറുള്ളതാണ്, ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദ്യം വന്നാൽ അത് കിട്ടണം. അതുപോലെ തന്നെ നിർദ്ദേശക തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദ്യം വരാറുണ്ട്. നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നാണ്? അയർലാൻഡിൽ നിന്നാണ്. അപ്പൊ ഓർത്തു വെക്കുക, ഇർ വെച്ച് കണക്ട് ചെയ്യുക. അയർ. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്ന് ചോദ്യം വന്നാൽ അയർലാൻഡിൽ നിന്നുമാണ് ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദ്യം വന്നാൽ അത് ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം, അതുപോലെ തന്നെ റിട്ടുകൾ, അത് എന്ന് ആലോചിച്ചാൽ കിട്ടാനുള്ളതല്ലേ, നമുക്ക് എപ്പോഴും പറയുന്നതാണ്. റിട്ട് ബ്രിട്ടൻ, എന്ന് കണക്ട് ചെയ്യുക. റിട്ട് ബ്രിട്ടൻ. അപ്പൊ റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ആമുഖം അമേരിക്കയിൽ നിന്നാണ്. ആമുഖം എന്ന ആശയം അമേരിക്കയിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം കടം കൊണ്ടിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. ദ്വിപൗരത്വം വേണമെന്ന് മുന്നോട്ട് വെച്ചത്, ദ്വിപൗരത്വം ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ദ്വിപൗരത്വം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദിച്ചാൽ LM സിംഗ്വി കമ്മിറ്റിയാണ്. ദ്വിപൗരത്വം LM സിംഗ്വി ആണ് കേട്ടോ. LM സിംഗ്വി ദ്വിപൗരത്വം. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. അപ്പൊ ഇവിടെ ക്ലിയർ ആയി. പിന്നെ അമേരിക്കൻ ഭരണഘടനയാണ് ആദ്യത്തെ ലിഖിത ഭരണഘടന. ലോകത്തിലെ ആദ്യ ലിഖിത ഭരണഘടന ഏതെന്ന് ചോദ്യം വന്നാലും അമേരിക്കൻ ഭരണഘടനയാണ്. നമ്മുടെ ഇന്ത്യയുടേതും എന്താണ്? ലിഖിത ഭരണഘടന. നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയും ലിഖിത ഭരണഘടനയാണ്. എന്നാൽ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഏതാണെന്ന് ചോദ്യം വന്നാൽ ഇന്ത്യയുടേതാണ്. ഓക്കെ, ഇന്ത്യയുടേതാണ് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന. ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാന്ന് ചോദ്യം വന്നാലാണ് അമേരിക്കൻ ഭരണഘടന. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നമ്മൾ പഠിച്ചു, അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് നമ്മൾ പഠിച്ചു. 1946 ഡിസംബർ 13 നമ്മൾ പഠിച്ചു. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. 1946 ഡിസംബർ 13 നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇതാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്ന ഏക തീയതി നമ്മൾ പഠിച്ചു 1949 നവംബർ 26 എന്താണ്? നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസമാണ്. നിലവിൽ വന്നതല്ല. നിലവിൽ വന്നത് 1950 ജനുവരി 26 അംഗീകരിച്ചത് 49 നവംബർ 26. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അംഗീകരിച്ചതെന്നാണോ നിലവിൽ വന്നതാണോ എന്റെ വായന്ന് വന്നതെന്ന് ഓർമ്മല്ല. എന്തായാലും പഠിച്ചു വെച്ചോ, അംഗീകരിച്ചത് നവംബർ 26, 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഓക്കെ, അംഗീകരിച്ച തീയതിയാണ് 1949 നവംബർ 26. നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ ഈ നവംബർ 26 എന്ത്? നമ്മുടെ നിയമദിനം അല്ലെ, ഇന്ത്യയുടെ നിയമദിനം, ഭരണഘടനാ ദിനം, നിയമദിനം, അതുപോലെ തന്നെ ക്ഷീരദിനം എന്നൊക്കെ അറിയപ്പെടുന്നത്. ഭരണഘടനാ ദിനം, നിയമദിനം, ക്ഷീരദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26 നവംബർ 26 ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26. പിന്നെ അത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ദിവസം, ഇത് ലക്ഷ്യപ്രമേയം അംഗീകരിച്ച ദിവസം. നമ്മൾ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് പഠിച്ചു 1946 ഡിസംബർ 13. ഈ ലക്ഷ്യപ്രമേയം ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ച ദിവസമാണ് 1947 ജനുവരി 22. 1947 ജനുവരി 22. ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത് ആരാണ്? അത് ഇവരാരുമല്ല, നമ്മൾ പഠിച്ചു. ആരാണ്? BR അംബേദ്കർ ആണ്. ഡോക്ടർ ഭീം റാവു അംബേദ്കർ ആണ് ആമുഖത്തിലെ സാഹോദര്യം എന്ന പദം നിർദ്ദേശിച്ചത്.
പിന്നെ വേറൊരു വ്യക്തിയെ ചോദ്യം വരും, ആമുഖം അലങ്കരിച്ച് മനോഹരമാക്കിയ വ്യക്തി ആരെന്ന് അല്ലേ? നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അലങ്കരിച്ച് മനോഹരമാക്കിയത്. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക, നമ്മുടെ ഭരണഘടനയുടെ ആമുഖം ഡിസൈൻ ചെയ്തത് ആരെന്നൊക്കെ ചോദ്യം വന്നാൽ അതാരാണ്? ഇങ്ങനെ പഠിച്ചു വെച്ച് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവണം, ആമുഖം അലങ്കരിച്ച് മനോഹരമാക്കിയത്. ഈ സെന്റൻസ് മനസ്സിലുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് കിട്ടും. റാം മനോഹർ സിൻഹയാണ്. അപ്പൊ മനോഹരമാക്കിയത് മനോഹർ സിൻഹയാണ്. റാം മനോഹർ സിൻഹ. ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ച് മനോഹരമാക്കിയത് റാം മനോഹർ സിൻഹയാണ്. റാം മനോഹർ സിൻഹ. ക്ലിയർ അല്ലേ? പിന്നെ ഈ കേസ് കേശവാനന്ദ ഭാരതി കേസാണ്, ഭാഗമാണ് എന്ന് പറഞ്ഞത്. ബെറുബാരി കേസ് എന്താണ് പറഞ്ഞത്? ഭരണഘടനയുടെ ഭാഗമല്ല എന്നാണ് പറഞ്ഞത്. അതും മനസ്സിലാക്കി വെക്കുക. ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ ഇന്ത്യൻ പ്രസിഡന്റ് നമ്മൾ പഠിച്ചു, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. 42ാം ഭേദഗതി 1976 ആണ് കേട്ടോ. 1976 പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ നിലവിൽ വന്നത് 1977 ആണെന്നും നമ്മൾ പഠിച്ചു. ഓക്കെ. ദൈവത്തിന്റെ നാമത്തിൽ എന്ന വരികളോടെ ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആരാണ്? HV കമ്മത്താണ്. ഇത് ഇതുപോലെ തന്നെ പഠിച്ചു വെച്ചോ. ദൈവത്തിന്റെ നാമത്തിൽ എന്ന് ആരംഭിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? HV കമ്മത്ത്. ആരാണ്? HV കമ്മത്ത്. പിന്നെ 1976 42ാം ഭേദഗതി വഴി ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകളിൽ പെടാത്തത്. കൂട്ടിച്ചേർത്തത് ഏതൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് കൂട്ടിച്ചേർത്തത്. ഐക്യം ഓൾറെഡി ഉള്ള വാക്കാണ്. ഓക്കെ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് വേറെ ടൈപ്പിൽ തന്ന ഐക്യം പോയിട്ട് കറുപ്പിക്കരുത്. അതായത് ആമുഖത്തിൽ ഇല്ലാത്ത വാക്കുകൾ എന്നൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഐക്യം ഇല്ലാത്ത വാക്കല്ല, ഐക്യം ആമുഖത്തിൽ ഉള്ള ഒരു വാക്കാണ്, എന്നാൽ കൂട്ടിച്ചേർത്ത ഒരു വാക്കല്ല. അതായത് 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഒരു വാക്കല്ല ഏത്? ഐക്യം എന്നത്. ഐക്യം ഓൾറെഡി ഉള്ള വാക്കാണ്. പിന്നീട് അതിനെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി എന്നാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ആമുഖം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവും. ആമുഖം ഏകദേശം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഈ പഠിച്ച പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ആമുഖത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ ക്യാപ്സ്യൂളിൽ ചെയ്തിട്ടുണ്ട്. പവർ ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ നിങ്ങൾ മിസ്സാക്കരുത്. ഓരോന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ഓരോ ചെറിയ പോയിന്റ്സും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നമുക്ക് ഓരോന്നും മോക്ക് ടെസ്റ്റ് ഇങ്ങനെ കൊണ്ടുവരാം. നമ്മൾ ഒന്ന് ഗ്യാപ്പ് ഇട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റിന്റെ കാര്യത്തിൽ. വേറെ കുറച്ച് സീരീസ് തുടങ്ങിയതുകൊണ്ടാണ്, വേറെ കുറച്ച് ക്ലാസ്സുകൾ തുടങ്ങിയതുകൊണ്ടാണ് നമുക്കൊരു ഗ്യാപ്പ് വന്നത്. ഇനി നമുക്ക് ഇങ്ങനെ തുടർന്ന് പോവാം. ഇനി പെട്ടെന്ന് നമുക്ക് മോക്ക് ടെസ്റ്റിന്റെയും ക്ലാസ്സുകൾ ഇടാം, അതുപോലെ തന്നെ പവർ ക്യാപ്സ്യൂളിന്റെയും അങ്ങനെ ഓരോന്നും ഇട്ടിട്ട് പോകാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഓരോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് തരാം. ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടാവും എന്ന വിശ്വാസത്തിലാണ് ഓരോ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്, അതായത് യൂസ്ഫുൾ ആവും എന്നൊരു വിശ്വാസമുണ്ട്. അതിനാണ് ഓരോ പുതിയ ഐഡിയാസ് ഒക്കെ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിപ്പോൾ ഷോർട്സിന്റെ കാര്യത്തിലായാലും പുതിയ ഓരോ ഐഡിയകൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.